നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സ്ലോവേനിയയായിരുന്നു ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത്. ഗ്രൂപ്പിൽ 5 പോയിന്റുമായി ഇംഗ്ലണ്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ മോശം പ്രകടനമാണ് ഇംഗ്ലണ്ട് നടത്തിയിട്ടുള്ളത്. നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും അവരെയൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത സൂപ്പർ താരമാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. പക്ഷെ ഇന്നലെ ഇംഗ്ലണ്ടിന് വേണ്ടി വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ടീമിന് വേണ്ടി യാതൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആരാധകർ വലിയ വിമർശനങ്ങളാണ് ബെല്ലിംഗ്ഹാമിന് നേരെ അഴിച്ചുവിടുന്നത്. സോഷ്യൽ മീഡിയയിലെ 1-2 കമന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബെല്ലിംഗ്ഹാമിനെ പിടിച്ച് പുറത്തിടുകയാണ് വേണ്ടത്. എന്തൊരു മോശം പ്രകടനമാണ് ഇത്, എന്തൊരു മടിയനാണ് അദ്ദേഹം. ബെല്ലിംഗ്ഹാം ഈ രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. സ്വന്തം രാജ്യത്തെ ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന കാര്യം മറക്കാൻ പാടില്ല. ഇതാണ് ഒരു ഇംഗ്ലീഷ് ആരാധകന്റെ കമന്റ് വരുന്നത്. മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ലോവേനിയക്കെതിരെ ഏറ്റവും കൂടുതൽ തവണ വാമോസ് എന്ന് ഷൗട്ട് ചെയ്ത താരം ബെല്ലിംഗ്ഹാം ആണ്. 8 തവണയാണ് ബെല്ലിംഗ്ഹാം വാമോസ് എന്ന് ഷൗട്ട് ചെയ്തിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ ബെല്ലിംഗ്ഹാം. ഇതാണ് ഒരു സർക്കാസ്റ്റിക് കമന്റ് ആയിക്കൊണ്ട് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത്. കൂടാതെ മറ്റുള്ള എല്ലാ ഇംഗ്ലീഷ് താരങ്ങൾക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്താം എന്നാണ് ഒരു ഇംഗ്ലീഷ് ആരാധകൻ എഴുതിയിരിക്കുന്നത്. പരിശീലകൻ സൗത്ത് ഗേറ്റിനും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത്. മത്സരത്തിനിടെ ഇംഗ്ലണ്ട് ആരാധകർ തന്നെ തങ്ങളുടെ സ്വന്തം ടീമിനെ കൂവി വിളിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.